Afternoon. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാനുഫാക്ചറിംഗ് ആൻഡ് എക്സ്പയറി ഡേറ്റ് പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേടോ. പേജ് നമ്പർ ഒന്ന് പറയട്ടോ. ടീച്ചറിന് PDF കാണാൻ പറ്റില്ല. 81. പേജ് നമ്പർ 81 അത് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പയറി ഡേറ്റ് എന്താണ്, മാനുഫാക്ചറിംഗ് ഡേറ്റ് എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലാസ ഡ്രഗ്സ് ആണ്. ലാസ ഡ്രഗ്സ് കേട്ടിട്ടുണ്ടോ? ഇത് ലാസ ഡ്രഗ്സ് എന്താണ് ഈ ലാസ എന്ന് ഉദ്ദേശിക്കുന്നത്? ലുക്ക് അലൈക്ക്, സൗണ്ട് അലൈക്ക്. ഇതായിരിക്കും Lassa drugs are medication to that look or sound similar to each other. To each other, either by their generic name or brand name. They might have similar packing, similar sounding names, or similar spellings. For example, Prozac sounds a lot like Prilosec when said out loud. Okay, but Lassa drugs എന്ന് പറഞ്ഞാൽ എന്താണ്? ലുക്ക് അലൈക്ക് ആൻഡ് സൗണ്ട് അലൈക്ക് എന്നാണ്. കാണാനും ഒരുപോലെ ഇരിക്കും. അത് എല്ലാ തരത്തിലും ഏകദേശവും എല്ലാം പേരുകളിലും സിമിലാരിറ്റി ഉണ്ട്, അതിന്റെ പാക്കിങ്ങിലും സിമിലാരിറ്റി. അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരേ തരം രൂപഭാവത്തിലുള്ള മരുന്നിന്റെ കാറ്റഗറി, ഡ്രഗ്സിന്റെ കാറ്റഗറിയാണ് എന്ത് ലാസ മെഡിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നുണ്ടോ? Prozac. Then sounds a lot like, then is it Prilosec? ഇത് രണ്ടും നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. Prozac, Prilosec എന്ന് പറഞ്ഞു നോക്കിയേ. സിമിലർ ആയിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പ്രൊനൗൺസ് ചെയ്യുമ്പോൾ തോന്നുന്നുണ്ടോ? ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് തോന്നില്ല. കുറച്ച് ഒന്ന് പ്രോയിലും ഒന്ന് പ്രീയിലും ആണ് സാധ്യത അല്ലെ? പക്ഷെ യെസ്, ഇതല്ലാതെ ചില മരുന്നുകളുണ്ട്. അതായത് ചിലത് കേൾക്കുമ്പോൾ നമുക്ക് രണ്ടും ഒന്നാണെന്ന് തന്നെ തോന്നി. അതേ രൂപത്തിൽ, ഭാവത്തിൽ, സൗണ്ടിൽ, അത് പ്രൊനൗൺസ് ചെയ്യുന്ന സൗണ്ടിൽ എന്താണ് ഒരേപോലെ തോന്നും. ഓക്കെ, യെസ്. അങ്ങനെയുള്ള ഡ്രഗ്സുകളാണ് നമ്മൾ എന്ത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്? ലാസ ഡ്രഗ്സുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഈ ഡ്രഗ്സുകളൊക്കെ നമുക്ക് ഒരേപോലെ സേവ് ചെയ്യാൻ പറ്റുമോ? ഒരേപോലെ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഈ ഡ്രഗ്സുകള് എങ്ങനെയായിരിക്കും ഇതിന്റെ സ്റ്റോറിങ് വരുന്നത്? The Lassa medication should be stored separately in 2 racks in pharmacy stores. നമ്മൾ ഇതിന്റെ ഈ മെഡിക്കേഷൻസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള റാക്കിലായിരിക്കണം സൂക്ഷിക്കേണ്ടത് അല്ലെ? പ്രത്യേകിച്ച് എങ്ങനെയായിരിക്കണം? ഗ്രൂപ്പ് 1 മെഡിക്കേഷൻസ് ഒരു റാക്കിലും, ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? മറ്റൊരു റാക്കിലും. അങ്ങനെ അതായത് മെഡിക്കേഷൻസിൽ എറർ വരാത്ത രീതിയിലായിരിക്കണം നമ്മളത് സെറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താണ് മരുന്നുകൾ പരസ്പരം മാറിപ്പോകാനായിട്ടുള്ള സാധ്യതകൾ വരുന്നത്. അപ്പൊ രണ്ടും പ്രത്യേകിച്ച് ലാസ മെഡിസിൻസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള റാക്സിലായിരിക്കണം അതിനെ സ്റ്റോർ ചെയ്യുന്നത്. ഗ്രൂപ്പ് 1 മെഡിക്കേഷൻസ് ഒരു റാക്കിലും, ഗ്രൂപ്പ് 2 മെഡിക്കേഷൻസ് മറ്റൊരു റാക്കിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. In the ward's emergency and operation theatre, the Lassa drug should be stored in separate drugs bins or plastic boxes. വാർഡ്സില് അല്ലെങ്കിൽ എമർജൻസി റൂമില് അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഓപ്പറേഷൻ തിയേറ്റേഴ്സില് ഈ ഡ്രഗ്സുകൾ നമ്മൾ വളരെയധികം സ്റ്റോർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സെപ്പറേറ്റ് ചെയ്തിട്ട് ബിൻസിലോ പ്ലാസ്റ്റിക് ബോക്സസിലോ പെട്ടെന്ന് തിരിച്ചറിയാവുന്ന രീതിയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതിനെ സൂക്ഷിക്കുന്നത്. യെസ്, ഇതിനു വേണ്ടിയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത ഒരു സൂക്ഷിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് മെഡിക്കേഷൻസിൽ ഇററുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഡ്രഗ്സുകളെ നമ്മൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ ലാസ ഡ്രഗ്സ് എന്താണെന്ന്?
Then next നോക്കുന്നത് professionals involvement in medicine manufacturing. Professionals involvement in medicine manufacturing. ഏതൊക്കെ പ്രൊഫഷണൽസ് ആണ് മെഡിസിൻ മാനുഫാക്ചറിംഗിൽ ഇൻവോൾവ് ചെയ്യുന്നത്? ആരൊക്കെയാണ് പ്രധാനമായിട്ടും? ആരൊക്കെയാണ്? ഒന്ന് കെമിസ്റ്റ് അല്ലെ, കെമിസ്റ്റ് ആരാണ്? രാസശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജർ. കെമിസ്റ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജർ ആണ് മാനുഫാക്ചറിംഗ് മെഡിക്കൽ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് അല്ലെ. മെഡിസിൻ മാനുഫാക്ചറിംഗ് പ്രൊഫഷണൽസിൽ പ്രൊഫഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? കെമിസ്റ്റ് ആൻഡ് ക്വാളിറ്റി മാനേജർ. ഓക്കെ, അപ്പൊ ഇവർ വഴിയാണ് നമ്മള് മരുന്നുകളുടെ ഡ്രഗ്സിന്റെ ഒക്കെ എന്താണ് പാക്കിങ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ബാച്ച് നമ്പർ അല്ലെങ്കിൽ ക്വാളിറ്റി പ്യൂരിറ്റി ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് ആ മരുന്നുകൾ നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? കെമിസ്റ്റിന്റെയും ക്വാളിറ്റി മാനേജറിന്റെയും ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോ പ്രൊഫഷണൽ ഇൻവോൾവിംഗ് മെഡിസിൻ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? കെമിസ്റ്റ് ആൻഡ് ക്വാളിറ്റി മാനേജർ ആണ് കേട്ടോ. ഇനി എന്താണ് ബാച്ച് നമ്പർ എന്ന് പറയുന്നത്? ബാച്ച് നമ്പർ, ബാച്ച് നമ്പർ ബാച്ച് നമ്പർ എന്താണ്? ഇത് ഇവിടെ നിങ്ങൾ കണ്ടോ? ഇവിടെ ഡേറ്റിന് മുകളിലായിട്ടൊരു നമ്പർ കണ്ടോ? 1709 എന്ന് പറഞ്ഞ PDF. ഓക്കെ, യെസ്. ഓരോ മരുന്നുകൾക്ക് എന്താണ് അതിൻ്റെതായിട്ടുള്ള ഒരു ബാച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു അറിയാൻ വേണ്ടി അല്ലെ. എന്താണ് ബാച്ച് നമ്പർ? ഇസ് എ mandatory protocol to be used issued for each and every lot of drug manufactured. Okay, അപ്പോ ഇതെന്താണ്? ഒരു മാൻഡേറ്ററി പ്രോട്ടോകോൾ ആണ്. ഓരോ മെഡിസിൻസും ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് ഓരോ ഡ്രഗ്സിന് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് മാൻഡേറ്ററി പ്രോട്ടോകോൾ മൂലം ഇഷ്യൂ ചെയ്യുന്നത് ഒരു ബാച്ച് നമ്പർ ഉണ്ടായിരിക്കും അല്ലെ. ഒരു ബാച്ച് നമ്പർ എന്ന് പറയുന്നത് എത്രത്തോളം ടാബ്ലറ്റ്സുകൾ, എത്രത്തോളം ക്യാപ്സുകൾ അതിൽ ഉൾപ്പെടും ഒരു ബാച്ചില്? A batch may contain 20 lakh tablets and capsules. ഒരു ബാച്ചിൽ തന്നെ എത്രത്തോളം വരുന്നു എന്നാണ് പറയുന്നത്? ഒരു ബാച്ചിൽ എത്രത്തോളം മെഡിസിൻസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? 20 lakhs ടാബ്ലറ്റ്സും ക്യാപ്സൂൾസ് വരെ ഒരു ബാച്ചിൽ വരുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മള് കാറ്റഗറൈസേഷൻ വരുന്ന ഇങ്ങനെ ബാച്ച്, അതായത് 20 lakh ടാബ്ലറ്റ്സുകളോ അല്ലെങ്കിൽ ക്യാപ്സൂൾസ് ആയിരിക്കും അതിലുണ്ടായിരിക്കും. Batch number is mentioned by the manufacturing chemist. ഈ batch number കൊടുക്കുന്നത് ആരായിരിക്കും? അപ്പോ batch number കൊടുക്കുന്നത് ആരാണ് മെൻഷൻ ചെയ്യുന്നത്? മാനുഫാക്ചറിംഗ് കെമിസ്റ്റ് ആയിരിക്കും അല്ലെ. മാനുഫാക്ചറിംഗ് കെമിസ്റ്റ് ആണ് batch number. Then while submitting the sample and QC manager, ഇവിടെ QC manager എന്ന് പറയുന്നത് ആരാണ്? QC manager, QC ആരാണ്? QC ക്വാളിറ്റി മാനേജർ അല്ലെ. അദ്ദേഹമാണ് ഇതിനുള്ള എന്ത് കൊടുക്കുന്നത്? ക്വാളിറ്റി മാനേജേഴ്സ് കൺഫേം ദ സെയിം ഇൻ ടെസ്റ്റ് റിപ്പോർട്ട് then certificate analysis. Okay, then batch number also should appear in the packing carton and the report was examined. Okay, അപ്പോ നമ്മുടെ കെമിസ്റ്റ് ആയിരിക്കും ഇത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തത് അല്ലെ. ബാച്ച് നമ്പർ മെൻഷൻ ചെയ്തതിനു ശേഷം ക്വാളിറ്റി മാനേജർ കൃത്യമായിട്ട് കൺഫേം ചെയ്ത് അനലൈസ് ചെയ്ത ടെസ്റ്റ് റിപ്പോർട്ട്സിന്റെ ഒക്കെ പ്രകാരം ആ സർട്ടിഫിക്കറ്റ് ഒക്കെ അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമായിട്ടുള്ളൂ ഈ ബാച്ച് നമ്പർ ഒന്ന് അപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ബാച്ച് നമ്പർ നമ്മൾ എവിടെയായിരിക്കും മെഡിസിൻസിൽ കാണാറുള്ളത്? ബാച്ച് നമ്പറുകൾ എവിടെയാണ് കാണുന്നത്? ആ പാക്കിങ്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. ഓരോ മെഡിസിൻസിന്റെ പാക്കിങ്സിൽ അതിന്റെ ആ പാക്കിങ്ങിൽ തന്നെ അപ്പിയറൻസിൽ തന്നെ എന്താണ് ആ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. GL-027/19. ഇത് ഒരു ബാച്ച് നമ്പറിന്റെ ഉദാഹരണമാണ്. ഓക്കെ, നോക്കൂ, ഇതേപോലെ നമ്മളുടെ മരുന്നുകൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ഈ ബാച്ച് നമ്പേഴ്സ്, നമ്മൾ എക്സ്പയറി ഡേറ്റ് മാനുഫാക്ചറിംഗ് ഡേറ്റ് മാത്രമാണ് നോക്കാറുള്ളത് അല്ലെ. അല്ലാതെ എന്താണ് ബാച്ച് നമ്പേഴ്സും രേഖപ്പെടുത്തിയിട്ട്. ബാച്ച് നമ്പർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആ മരുന്നിന്റെ അപ്രൂവൽ ആണ് ശരിക്കും അല്ലെ. അതിനെ ഒരു ബാച്ച് ആയിട്ട് ഏത് ബാച്ചിനകത്താണ് ആ മരുന്നിന്റെ കാറ്റഗറീസ് വരുന്നത് അതാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ GL-027 എന്ന് പറയുന്നത് അത് ഓരോ ലെറ്റേഴ്സ് അവർ അതിന് പ്രിഫർ ചെയ്യുന്നത്. ഓരോ ലെറ്റേഴ്സ് കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ മെഡിക്കൽ കോഡിങ് ചെയ്തത് പോലെ തന്നെ ഓരോ ബാച്ച് നമ്പേഴ്സിന് എന്താണ് ഓരോ കോഡ്സുകൾ കൊടുക്കുന്നത്. അത് ഏത് വർഷത്തെയാണ്, അത് എത്രാമത്തെ നമ്പർ ആണ്, ഏത് മുതൽ ഏത് വരെയുള്ള ലെറ്റേഴ്സിൽ ഉൾപ്പെടുന്നത് എന്നുള്ള രീതിയിലാണ് ബാച്ച് നമ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്.
ഓക്കെ യെസ്. അപ്പോ QC മാനേജർ സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാണ് അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജർ സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാണ് ബാച്ച് നമ്പർ നമ്മൾ അപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ മനസ്സിലായോ മക്കളത്? ബാച്ച് നമ്പർ ക്ലിയർ ആണോ? ഇനി നമ്മള് മരുന്നുകൾ നമ്മൾ പല പാക്കേജുകൾ കണ്ടിട്ടുണ്ട് അല്ലെ, പല രൂപത്തില് പല ഭാവത്തില് പല ഷേപ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പാക്കിങ്സ് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ മെഡിസിൻസില്? എല്ലാ മരുന്നുകളും നമ്മൾ ഒരേപോലെയാണോ പാക്ക് ചെയ്യുന്നത്? എല്ലാ മെഡിസിൻസും ഒരേപോലെയാണോ പാക്കിംഗ് ചെയ്യുന്നത്? അല്ല, അതിന്റെ കാറ്റഗറീസ് അനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നിനും എന്താണ് ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ അതിനെ പാക്ക് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, പാക്കിംഗ് ഓഫ് ഡ്രഗ്സ് വെദർ it is a tablet, capsule, an injection, an oral suspension, a syrup, an ointment, or an eye drop is packed differently. ഇവിടെ കൊടുക്കുന്നത് ടാബ്ലറ്റ്സുകള്, ക്യാപ്സൂള്, ഇൻജെക്ഷൻ, ഓറൽ സസ്പെൻഷൻ, സിറപ്പ്, ഓയിന്റ്മെന്റ്, ഐ ഡ്രോപ്സ് ഇതെല്ലാം തന്നെ നമ്മൾ പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? സാധാരണ മരുന്നുകള് പാക്ക് ചെയ്യുന്നത് പോലെയുള്ള ഡിഫറെന്റ് ആയിട്ട് പാക്ക് ചെയ്യുന്ന കുറച്ച് കാറ്റഗറീസ് ആണ് അല്ലെ. ടാബ്ലറ്റ്സ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടാറ്? ടാബ്ലറ്റ്സുകള് ഇങ്ങനെയുള്ള രൂപത്തിലാണ് നമുക്ക് ടാബ്ലറ്റ്സ് കിട്ടാറ്. അതിന്റെ പാക്കിംഗ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കുള്ളൂ, സ്ട്രിപ്പ് ആയിട്ട് കിട്ടാറ് അല്ലെ. സ്ട്രിപ്പ് മരുന്നിന്റെ സ്ട്രിപ്പ് ആയിട്ട് കിട്ടാറില്ലേ? പിക്ചർ കാണിച്ചാൽ മനസ്സിലാവും. നോക്കി കേട്ടോ, പേപ്പർ സ്ട്രിപ്പുകളിൽ കിട്ടുന്ന മരുന്നുകളുണ്ട്, അലൂമിനിയം സ്ട്രിപ്പിലുണ്ട്, ഓയിൽമെന്റ് സ്ട്രിപ്സുകളൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ തന്നെ പല ഷേപ്സും വരാറുണ്ട് അല്ലെ. ഓക്കെ, ഇൻജെക്ഷൻസ് എങ്ങനെയാണ്? ചില്ല് കുപ്പികളിലായിരിക്കും അല്ലെ. ഇൻജെക്ഷൻസ് ഇത്തരത്തിലുള്ള ചില്ലായിട്ടുള്ള കുപ്പികളിലായിരിക്കുള്ളൂ. ദെൻ ബോട്ടിൽ പാക്സിൽ വരുന്ന മരുന്നുകളുണ്ട്, ബ്ലിസ്റ്റർ പാക്കിൽ വരുന്ന മരുന്നുകളുണ്ട്. ഓക്കെ, ഇതാണ് അതിന്റെ പാക്കിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇനി നമുക്ക് നോക്കാം. ടാബ്ലറ്റ്സ് ആർ നോർമലി പാക്ഡ് ഇൻ ടാബ്ലറ്റ്സ് നോർമലി എങ്ങനെയാണ് പാക്ക് വരുന്നത്? ടാബ്ലറ്റ്സുകള് tablets are normally packed in strip and blister packing. A strip with a paper aluminum strip which is called a paper strip packing of 10, aluminum strip packing of 10. അപ്പൊ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഇതാണ് സ്ട്രിപ്പുകൾ എന്ന് പറയുന്നത്. അലുമിനിയം സ്ട്രിപ്പിലും വരുന്നുണ്ട്, പേപ്പർ സ്ട്രിപ്പിലും വരുന്നുണ്ട്. ഇതല്ലാതെ തന്നെ എന്താണ് ബ്ലിസ്റ്റർ സ്ട്രിപ്പുകളിൽ, അതായത് ഈ ഫോർമാറ്റുകളാണ്. അതായത് കണ്ടോ, ഈ അലൂമിനിയം ടൈപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല മെഡിസിൻസ്, നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളവരെല്ലാവരും ഈ മോഡലെല്ലാം കണ്ടിട്ടുണ്ടല്ലേ. ഓക്കെ, ടാബ്ലറ്റ്സ് പൂർണ്ണമായിട്ട് എങ്ങനെയാണ് വരുന്നത്? പോലെ അലുമിനിയം സ്ട്രിപ്സിലോ ഡിജിറ്റൽ പാക്കിങ്സിലോ പേപ്പർ സ്ട്രിപ്സിലായിരിക്കുള്ളൂ മിക്ക മെഡിസിൻസിലും, അതായത് ടാബ്ലറ്റ്സുകൾ വരുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഇതിലേക്ക് നമുക്ക് എത്ര എണ്ണം വീതം വെച്ച് കിട്ടും? നമുക്ക് എത്ര വീതം വെച്ചായിരിക്കും ഒരു മരുന്നിന്റെ ടാബ്ലറ്റ്സ്, അല്ലെങ്കിൽ ഒരു പാക്കിങ്ങിൽ എത്ര ടാബ്ലറ്റ്സ് ഉണ്ടായിരിക്കും? ഒരു പാക്കിങ്ങില്, ഒരു അലുമിനിയം സ്ട്രിപ്പ് പാക്കിങ്ങില് 10 എണ്ണം ഉണ്ടായിരിക്കും അല്ലെ. അതേപോലെ തന്നെ സ്ട്രിപ്പിലുണ്ടായിരിക്കും, അലുമിനിയത്തിൽ ഉണ്ടെങ്കിൽ 10 വെച്ചിട്ടായിരിക്കും നമ്മള് മിനിമം 10 വെച്ചിട്ടായിരിക്കുള്ളൂ കാറ്റഗറീസ് വരുന്നത്. ചിലത് 20 എണ്ണം വരുന്ന കാറ്റഗറീസ് ഉണ്ട് അല്ലെ. എങ്കിലും എന്താണ് മിനിമം 10 ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ 15 ടാബ്ലറ്റ്സ് 20 ടാബ്ലറ്റ്സ് ഇത്രയാണ് മാക്സിമം പോകുന്നത്. നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും കാണുന്നത് എത്രയാണ്? ടീച്ചർ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാമോ? ഓക്കെ, ശരി. നമ്മുടെ ടാബ്ലറ്റ്സിന് വേണ്ടിയിട്ടാണ് ഇത്തരം പാക്കിങ്സ് ഉപയോഗിക്കുന്നത്. Blister is also packed in transparent medicine quality plastic with aluminum border. ഇനി ബ്ലിസ്റ്റർ പാക്കിംഗ് എന്ന് പറയുന്നത്, ബ്ലിസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് കേട്ടോ? അതായത് നമുക്ക് ആ ടാബ്ലറ്റ്സ് ട്രാൻസ്പെറന്റ് ആയിരിക്കും, അതിനകത്തിരിക്കുന്ന ട്രാൻസ്പെറന്റ് ഗുളികകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. കണ്ടോ നിങ്ങള് പിക്ചർ കാണാമോ? ഓക്കെ, ട്രാൻസ്പെറന്റ് പാക്കിംഗ് ആയിരിക്കും, അതായത് അതിനകത്തിരിക്കുന്ന ടാബ്ലറ്റ്സ് നമുക്ക് കൃത്യമായിട്ട് ഡിജിറ്റൽ പാക്കില്
രീതിയിലൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന രീതിയിലായിരിക്കും അതിന്റെ പാക്കിങ്സ് വരുന്നത്. അതായത് പ്രത്യേകിച്ച് ഇങ്ങനത്തെയുള്ള ട്യൂബ് ഗുളികകളൊക്കെ ഈ ഒരു രീതിയിൽ മിസ്റ്റർ പാക്കിങ്ങിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ മുകളിലായിട്ട് ബോട്ടമിൽ എന്തുണ്ടായിരിക്കും? ക്വാളിറ്റി പ്ലാസ്റ്റിക് വിത്ത് അലുമിനിയം ബോട്ടം ആയിരിക്കും. അതായത് ഈ ബ്ലിസ്റ്ററിന്റെ താഴെ ആയിട്ട് അലുമിനിയം ബോട്ടംസ് ഉണ്ടായിരിക്കും. കണ്ടോ, അലുമിനിയം ബോട്ടംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിൽ എങ്ങനെയാണ് ട്രാൻസ്പെറന്റും, താഴെ എങ്ങനെയാണ് മുകളിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതും താഴെ എന്താണ് അലുമിനിയം ബോട്ടംസ് ആയിരിക്കുള്ളൂ. ഇത്തരം മെഡിസിൻസ് ഉണ്ടായിരിക്കും, ഇത്തരം ടാബ്ലറ്റ്സ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ക്യാപ്സൂൾസ് ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? Capsules are also packed in the same style of strip and blister as detailed above. അല്ലെ, നമ്മള് ക്യാപ്സൂൾസുകൾ എങ്ങനെയാണ്, അതായത് ഓരോ മെഡിസിൻസ് ഓരോ കമ്പനീസ് ഇറക്കുന്നത് പല രീതിയിൽ ഷേപ്സിലായിരിക്കും കേട്ടോ. അപ്പൊ ചിലതില് ട്രാൻസ്പെറന്റ് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഡിസൈൻ ഒക്കെ കൊടുത്ത് വരുന്ന മരുന്നുകളുണ്ട്. അതായത് അതിന്റെ പാക്കിങ്സിന്റെ മുകളിൽ എന്തുണ്ടായിരിക്കും, പല പല ഡിസൈൻസ് ഒക്കെ കൊടുത്ത് ഉൾപ്പെടുത്തുന്ന പല സ്റ്റൈലിൽ ഉൾപ്പെടുത്തുന്ന മരുന്നുകളുണ്ട്. ഓക്കെ, then both the capsule and tablets are also packed in customer bottle packing of 30, 100, etc. For example, vitamin E tablets, Astalin, Rotacaps, etc. അതായത് ഏതൊക്കെ മരുന്നുകളാണ് ഇങ്ങനെ കസ്റ്റമർ പാക്കിങ്ങിൽ വരുന്നത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഏതൊക്കെ മരുന്നുകളാണ് അതിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്? എക്സാമ്പിൾ അണ്ടർലൈൻ ചെയ്യണേ. വിറ്റാമിൻ ഇ ടാബ്ലറ്റ്സുകൾ, അതേപോലെ തന്നെ എന്താണ് ആസ്തലിൻ, റൊട്ടാക്കാപ്സ് മുതലായിട്ടുള്ള അത്തരം ടാബ്ലറ്റ്സുകളെല്ലാം തന്നെ നമ്മൾ എന്താണ് കസ്റ്റമർ ബോട്ടിൽസ് ആയിരിക്കും പാക്ക് ചെയ്തിരിക്കുന്നത്. അതായത് വൈറ്റമിൻ ഇ ടാബ്ലറ്റും ആസ്തലിൻ, റൊട്ടാക്കാപ്സ് മുതലായിട്ടുള്ള ടാബ്ലറ്റ്സുകളൊക്കെ നമ്മൾ എങ്ങനെയുള്ള പാക്കിങ്ങിലാണ് കൊണ്ടുവരുന്നത്? കസ്റ്റമർ ബോട്ടിൽ പാക്കിലായിരിക്കുള്ളൂ പാക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളുടെ ഇഞ്ചക്ഷൻ ആയിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ നമ്മൾ ഈ എന്താ പറയാ injections are packed in glass bottles as well. ഇഞ്ചക്ഷൻസിന്റെ ബോട്ടിൽസിൽ കണ്ടിട്ടില്ല, നമ്മൾ ചെറിയ കുപ്പിയിലായിരിക്കും എന്ത് വരുന്നത് ഇഞ്ചക്ഷൻസിന്റെ പാക്കറ്റ്സ് വരുന്നത്. Oral suspensions in powder from packed in plastic and glass bottles, whereas syrup and liquid suspensions are supposed to be packed in glass bottles and plastic bottles. ഇനി നമ്മൾ പറഞ്ഞ പോലെ ഇഞ്ചക്ഷൻ ഒക്കെ എന്താണ് ചില്ല് കുപ്പികളിലും അതേപോലെ തന്നെ എന്താണ് ഓറൽ സസ്പെൻഷൻസ് ഉള്ള അല്ലെങ്കിൽ പൊടി രൂപത്തിലുള്ള പൗഡേഴ്സ് ഒക്കെ അതൊക്കെ എങ്ങനെയായിരിക്കും വരുന്നത്? ചിലത് കുപ്പികളിലായിരിക്കും അല്ലെ, ചിലതരം പ്ലാസ്റ്റിക് കുപ്പിയിൽ വരാറുണ്ട്, ചില്ല് കുപ്പിയിൽ ചില പൗഡേഴ്സുകളൊക്കെ വരാറുണ്ട്. ഇനി അതേസമയം നമ്മുടെ സിറപ്പുകളും അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ എന്തിലായിരിക്കും സൂക്ഷിക്കുന്നത്? ലിക്വിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ ഏത് പാക്കിങ്ങിലായിരിക്കും വരുന്നത്? ലിക്വിഡ് മെറ്റീരിയൽസ് ബോട്ടിൽസിലായിരിക്കും അല്ലെ. ഓക്കെ, ബോട്ടിൽസിലായിരിക്കും ഉള്ളത് വരുന്നത്. ഓക്കെ, then other external applications such as oil are packed in glass plastic bottles. Other external applications like ointments packed in plastic or aluminum tubes. നമ്മുടെ ഓയിൽമെന്റ്സുകൾ ഏത് രൂപത്തിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത്? ഓയിൽമെന്റ്സുകൾ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്യൂബുകളായിട്ട് അല്ലെ, പ്ലാസ്റ്റിക് ട്യൂബ്സുകൾ അല്ലെങ്കിൽ അലൂമിനിയം ട്യൂബ്സുകളായിരിക്കും വരുന്നത്. The tablets or capsules are typically packed in 1 to 10 and such a 10 strips of blisters are packed again in a customer packing. എന്താ പറയുന്നത്? ടാബ്ലറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ക്യാപ്സൂളുകളൊക്കെ സാധാരണയായിട്ട് 1 to 10 എന്ന രീതിയിലും അതേപോലെ തന്നെ എന്താണ് അത്തരം 10 സ്ട്രിപ്പുകൾ ഈ ബ്ലിസ്റ്ററുകൾ എന്ന പാക്കിങ്ങിലായിരിക്കും. നമ്മള് ഇപ്പൊ മെഡിക്കൽ ഷോപ്സിലൊക്കെ പോകുന്ന സമയത്ത് അവർ ബോക്സ് തുറക്കുമ്പോൾ ഈ 10 സ്ട്രിപ്പുകളുടെ ഒരേ മിക്സ്ചേഴ്സ് കാണാൻ പറ്റും അല്ലെ. 10 സ്ട്രിപ്പുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നാണ് നമുക്ക് അവർ കട്ട് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോ 1 to 10 എന്ന ആ ഒരു കാറ്റഗറിയിലാണ്, ആ ഒരു കാൽക്കുലേഷൻസിലാണ് നമ്മൾ സാധാരണയായിട്ട് ഈ ക്യാപ്സൂൾ ടാബ്ലറ്റ്സുകളൊക്കെ വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ബ്ലിസ്റ്ററുകളിലായിട്ടും ഇതേ ഒരു എണ്ണത്തിന്റെ ആ ഒരു ഭാഗത്ത് ഇതേ എണ്ണം തന്നെയായിരിക്കും അത് നിലനിൽക്കുന്നത്. ഓക്കെ, യെസ്.
അപ്പൊ ഈ പാക്കിങ്സിന്റെ പേരുകൾ നിങ്ങൾ പഠിക്കുക കേട്ടോ. ഏതൊക്കെ പാക്കിങ്സ് ആണ് പ്രധാനമായിട്ടും വരുന്നത്? നമ്മുടെ ടാബ്ലറ്റ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന പാക്കിങ്സ് ഏതൊക്കെയാണ്? ടാബ്ലറ്റ്സ്, ക്യാപ്സുകളൊക്കെ പേപ്പർ സ്ട്രിപ്പ്, അലുമിനിയം സ്ട്രിപ്പ്, blister പാക്കിങ്സ്. ദെൻ ഇൻജെക്ഷൻ പോലുള്ള മെറ്റീരിയൽസിലൊക്കെ ഏതിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്? ഏതിലാണ് കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ ഗ്ലാസ് പോലത്തുള്ള ബോട്ടിൽസിലാണ് യൂസ് ചെയ്യുന്നത്. ദെൻ പൗഡർ ആയിട്ടുള്ള ഓറൽ സസ്പെൻഷൻ ആയിട്ടുള്ള പൗഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോട്ടിൽ ബാഗുകളിലും. ദെൻ ഓയിൽമെന്റ് അതേപോലത്തുള്ള ട്യൂബ്സുകളൊക്കെ നമ്മൾ എങ്ങനെയാണ്? പ്ലാസ്റ്റിക്, അലുമിനിയം ട്യൂബ്സിലാണ് പാക്ക് ചെയ്യുന്നത്. ഈ പേരുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്, പേര് ചോദിക്കാറുണ്ട് എക്സാമിന്. അതേപോലെ നമ്മൾ ചോദിക്കാം ഒരു സ്ട്രിപ്പിൽ എത്രത്തോളം ടാബ്ലറ്റ്സ് ഉൾപ്പെടുന്നു? എത്രത്തോളം ടാബ്ലറ്റ്സ് വരുന്നുണ്ട്? മാക്സിമം 10 ടാബ്ലറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ? അതൊക്കെ നോക്കാം കേട്ടോ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഇന്നലെ വന്ന മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തോ പിള്ളേരെ? ഇന്നലെ വന്ന മോക്ക് ടെസ്റ്റുകൾ എങ്ങനെ ഉണ്ടായിരുന്നു? ക്വസ്റ്റ്യൻസുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണോ? ശരി, ഓക്കെ. യെസ്, നമ്മുടെ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഷെഡ്യൂൾഡ് ഡ്രഗ്സുകൾ മാത്രം നന്നായിട്ട് പഠിക്കുക, അതിനനുസരിച്ച് എക്സാം എഴുതാം. ഓക്കെ, അപ്പൊ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മള് നിങ്ങൾക്ക് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ എന്ന ചാപ്റ്റർ ആരെങ്കിലും എടുത്തോ? ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ചാപ്റ്റർ 2 എടുത്തിരുന്നോ? എടുത്തിട്ടില്ല. നമ്മളിപ്പോ പഠിക്കുന്നതിൽ ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണ്. ഏറ്റവും ചെറിയ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ 2 പേജ്. ടീച്ചർ ഒന്ന് എടുക്കട്ടെ കേട്ടോ. ചാപ്റ്റർ 2 നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കാം, ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽസ്. പേജ് നമ്പർ 10. നമ്മളെല്ലാം ഒറ്റ PDF-ലാണ് ഈ ടെക്സ്റ്റുകൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ സെർച്ച് ചെയ്താൽ മാത്രം അതുകൊണ്ടാണ് സമയം പോകുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയിരുന്നില്ലേ ഇതിലെ ചാപ്റ്റേഴ്സ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 4th ചാപ്റ്റർ തുടങ്ങിയോ? യെസ്, ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽസ് കാണാമോ PDF? ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ഫങ്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്? നമ്മളുടെ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഇത് നോക്കിയേ കേട്ടോ. ഇതൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെ. അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞേ. എന്തൊക്കെ മനസ്സിലാവുന്നുണ്ട് അതിലേക്ക് നോക്കിയിട്ട്? ഒരു പ്രവർത്തനം മാത്രമാണോ അവിടെ നടക്കുന്നത്? ഒരു പ്രവർത്തനം മാത്രമാണോ? അല്ല അല്ലെ? ഒട്ടനവധി പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതൊക്കെയാണ് അവിടെ പേഷ്യന്റിനെ ഒരു ആംബുലൻസ് വരുന്നുണ്ട്, പേഷ്യന്റിനെ കെയർ ചെയ്യുന്നുണ്ട്, ഡോക്ടർ ചെക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ എന്താണ് സ്കാൻ പ്രോസസ് നടക്കുന്നുണ്ട്, പേഷ്യൻസിനെ വീൽ ചെയർസിൽ കൊണ്ടുപോകുന്നുണ്ട്. ഒരു OP ഫംഗ്ഷൻ ആണ് അവിടെ കാണുന്നത് അല്ലെ? ഓക്കെ, അവിടെ ഒരു ഫ്രണ്ട് ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്.
സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും ഫാർമസിസ്റ്റുകളൊക്കെ വരുന്നത്. ഓക്കെ, ലാബൊക്കെ കാണുന്നത്. നമുക്ക് ഇതിലൊക്കെ എന്ത് മനസ്സിലാക്കാം? ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ വളരെ ചെറുതാണോ വലുതാണോ? വലുതാണ് അല്ലെ? യെസ്, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. A hospital is an organization where a galaxy of activities take place in a day. ഗാലക്സിയുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഗാലക്സിയുടെ പ്രത്യേകത എന്താണ്? ഗാലക്സിയുടെ പ്രത്യേകത ആകാശഗംഗ ഗ്രൂപ്പാണ് അല്ലെ? ഒരു ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാനറ്റ്സുകൾ വർദ്ധിക്കുകയാണ് അവിടെ. ഓക്കെ, യെസ്, അതേപോലെ ഇവിടെ ഒരു ഫ്രൈസ് പോലെ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പ്രധാന പ്ലേസ് ആണ് ഇത്. പ്രത്യേകിച്ച് ഒരുപാട് ഫങ്ഷൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് എന്ന് പറയുന്നത്, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ്, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ സൈസ് അല്ലെ, അതിന്റെ വലുപ്പം അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഹോസ്പിറ്റൽസിന്റെ പ്രവർത്തനങ്ങളെ കാറ്റഗറൈസ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്? ചെറിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെ, ചെറിയ ട്രീറ്റ്മെന്റും കാര്യങ്ങളും മാത്രം. പക്ഷെ വലിയൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്? ഇവിടെ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും അല്ലെ, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ടുള്ള ഫങ്ഷൻസ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിലെ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ സൈസ് ആണ് അല്ലെ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ. These activities are based on the nature of services provided by the hospital, and its quantity only depends on the size and demand of the hospital services. The functions of the hospital differ from word to mouth. It highly depends on the perspective of the person. Okay, അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ വലുപ്പം തന്നെയാണ്. അതിന്റെ വലുപ്പം അനുസരിച്ചിട്ടാണ് അവിടെ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, യെസ്. ഇനി ഓരോ ഫംഗ്ഷനും ഒന്നിനൊന്ന് വ്യത്യാസമല്ലേ. പല ഡിപ്പാർട്ട്മെന്റ്സിൽ എന്താണ്, നിങ്ങളെല്ലാം ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽസ് പഠിച്ചവരാണ് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഒരേപോലെയുള്ള പ്രവർത്തനങ്ങളാണോ നടക്കുന്നത്? ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഫങ്ഷൻസ് ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഫങ്ഷൻസിന്റെ അടിസ്ഥാനത്തിന് ഹോസ്പിറ്റൽസിനെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ 4 ആയിട്ട് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യും. ഓക്കെ, ഏതൊക്കെ രീതിയിലാണ്? curative function, preventive function, training function and research function. Okay, yes. നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ്? ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് curative function ആണ്. എന്താണ് curative function എന്ന് പറയുന്നത്? It is the primary function of the hospital and focused on providing patient care. It means any type of care given to the patient by health and team members also include health education to patients. So hospital ആദ്യത്തെ കാറ്റഗറി, ആദ്യത്തെ ഫംഗ്ഷൻ ആണ് എന്താ? ക്യൂറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂറേറ്റീവ് എന്നുള്ളത് നമ്മൾ ഹെൽത്ത് കെയർ സിസ്റ്റം പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് ഈ ക്യൂറേറ്റീവ് ഫംഗ്ഷൻസിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്? ട്രീറ്റിംഗ് പേഷ്യൻസ് ആൻഡ് മാനേജിങ് ഡിസീസസ് ആണ് അല്ലെ. എല്ലാ രോഗികൾക്കും ചികിത്സ കൊടുക്കുക, വരുന്ന അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്? ക്യൂറേറ്റീവ് ഫംഗ്ഷൻസിന്റെ പ്രധാനമായിട്ട് നടക്കുന്ന ഫംഗ്ഷൻ അതാണ്. അതായത് വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് കൊടുക്കുക, അസുഖങ്ങളെ മാനേജ് ചെയ്യുക അല്ലെ. അത് തന്നെയാണ് ക്യൂറേറ്റീവ് ഫംഗ്ഷൻസിന്റെ പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സും ഏത് രീതിയിലുള്ള മാനേജിങ് ഒക്കെയാണ് ഈ ക്യൂറേറ്റീവ് ഫംഗ്ഷൻസിൽ നടക്കുന്നത്? ഏത് രീതിയിലൊക്കെയാണ്? പേഷ്യന്റ് കെയർ, പിന്നെ എല്ലാം വരുന്നത് അല്ലെ. പേഷ്യന്റ് കെയർ, ഫിസിയോതെറാപ്പി, കീമോതെറാപ്പി അല്ലെങ്കിൽ സർജറി, പിന്നെന്താണ് പാലിയേറ്റീവ് കെയർ, ഹെൽത്ത് എഡ്യൂക്കേഷൻ, പിന്നെ റീഹാബിലിറ്റേഷൻ സർവീസസുകള്, പിന്നെന്താണ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്സുകള്, മെഡിക്കേഷൻ മാനേജ്മെന്റ്, അങ്ങനെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലെ. അതായത് പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സും ഒരു രോഗത്തെ മാനേജ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്തിൽ വരുന്നുണ്ട്? ക്യൂറേറ്റീവ് ഫംഗ്ഷൻസ് നടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങളാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ക്യൂറേറ്റീവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്?
Preventive function. Preventive function. നമുക്ക് പിക്ചറിൽ തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതായിരുന്നു പ്രിവെന്റീവ് സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? റെഗുലർ ചെക്കപ്പ്, വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ, ക്യാൻസർ സ്ക്രീനിങ്സ്, pregnancy and newborn care, routine care for children, patient counseling, medical ടെസ്റ്റുകൾ. അപ്പോൾ പ്രിവെന്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹോസ്പിറ്റലിന്റെ ഒരു സെക്കൻഡറി ഫംഗ്ഷൻ ആണ്. മറ്റേതെന്താണ്? പ്രൈമറി ഫംഗ്ഷൻ ആണ് ക്യൂറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രിവെന്റീവ് ഫംഗ്ഷൻ. പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് പ്രിവെന്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്? പ്രിവെന്റ് ചെയ്യാൻ പല കാര്യങ്ങൾ അല്ലെ, അസുഖങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രോഗീ പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതും കൺട്രോൾ ചെയ്ത് അതിന്റെ പ്രതിരോധമാണ് ഈ ഒരു ഫംഗ്ഷൻ കൈകാര്യം ചെയ്യുന്നത്. It is an emerging secondary function for the hospital and concerned with the health promotion. It is oriented toward providing preventive services to our community health center. It focused on more social aspects of health and also it takes an active role to improve the health of the population. അപ്പോൾ എന്താണ് പ്രിവെന്റീവ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റലിലെ ഒരു സെക്കൻഡറി ഫംഗ്ഷൻ ആണിത് അല്ലെ. ഇതിന്റെ പ്രധാനമായിട്ട് എന്താണ് ചെയ്യുന്നത്? ആരോഗ്യ ഹെൽത്ത് പ്രമോഷൻ ആണ് അല്ലെ. ഇവിടെ എന്താണ്? രോഗങ്ങളെ പ്രിവെന്റ് ചെയ്ത് ഹെൽത്തിനെ പ്രമോട്ട് ചെയ്യുക എന്നൊരു ഡ്യൂട്ടിയാണ് ഈ ഒരു ഫംഗ്ഷൻ കൈകാര്യം ചെയ്യുന്നത്. അതായത് നമ്മള് എന്താ പറയുന്നത്? ഫോക്കസ് മോർ ഓൺ ദ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഓൾസോ. ഇവിടെ ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? ഹെൽത്ത് പ്രിവെന്റ് അല്ലെങ്കിൽ ഹെൽത്തിന് പ്രമോഷൻ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോ ഈ പ്രിവെന്റീവ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നത്? ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താം നമുക്ക്? ഇവിടെ കൊടുക്കാത്ത തന്നെ റെഗുലർ ചെക്കപ്സുകൾ കൊടുക്കാം അല്ലെ, ഇമ്മ്യൂണൈസേഷൻ, ക്യാൻസർ സ്ക്രീനിങ്സുകൾ, പിന്നെന്താണ് റുട്ടീൻ കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈൽ കൗൺസിലിങ്ങുകൾ കൊടുക്കും അല്ലെ. ലൈഫ് സ്റ്റൈൽ കൗൺസിലിങ്ങിനെ കുറിച്ചിട്ടുള്ള ഭാഗങ്ങൾ. അതേപോലെ തന്നെ എന്താണ് എന്തൊക്കെയാണ് വാക്സിനേഷൻ പ്രോഗ്രാംസ് അല്ലെ, പലതരം വാക്സിനേഷൻസ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹെൽത്ത് എഡ്യൂക്കേഷൻ, പിന്നെ പേഷ്യന്റ് കൗൺസിലിംഗ്, മെഡിക്കൽ ടെസ്റ്റുകൾ, വിവിധ തരത്തിലുള്ള മെഡിക്കൽ ടെസ്റ്റുകൾ, റിഹാബിലിറ്റേഷൻ ഒക്കെ തന്നെ എന്താണ് പ്രിവെന്റീവ് ഫംഗ്ഷൻസിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്. എസ്പെഷ്യലി പ്രഗ്നൻസി ആൻഡ് ന്യൂബോൺ കെയർ. ഇതിന്റെ പ്രത്യേകമായ രീതിയിലൊരു പരിചരണമാണ് പ്രഗ്നൻസി ആൻഡ് ന്യൂബോൺ കെയറില് ഈ പ്രിവെന്റീവ് ഫംഗ്ഷന്റെ പ്രധാന പ്രവർത്തനമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ജനസംഖ്യയുടെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിന് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു പ്രധാന ഫംഗ്ഷൻ ആണെന്ത്? പ്രിവെന്റീവ് ഫംഗ്ഷൻ. ഹോസ്പിറ്റലിന്റെ ഒരു ദ്വിതീയമായിട്ടുള്ള സെക്കൻഡറി ഫംഗ്ഷൻ ആണെന്ത്? പ്രിവെന്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി ഇവിടെ ഒരു കാര്യം രണ്ടുകളെയും ചെയ്ത് നിങ്ങൾ ഇതെങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? It is oriented toward providing preventive services through community health centers. ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആര് വഴിയൊക്കെ നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നത്? CHSC ഒക്കെ പഠിച്ചിട്ടുള്ളല്ലോ നിങ്ങള്. CHSC മുഖേനയാണ് ഇവരെല്ലാ തരത്തിലുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നത് അല്ലെ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ മുഖാന്തരമാണ് ഇത്തരത്തിലുള്ള പ്രതിരോധ സേവനങ്ങള് സജ്ജീകരിച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്. അത് ക്ലിയർ ആണോ? പ്രിവെന്റീവ് ഫംഗ്ഷൻസ് അല്ലേ? അടുത്ത ഫംഗ്ഷൻ ആണ് എന്താ? ട്രെയിനിങ് ഫംഗ്ഷൻസ്. ട്രെയിനിങ് ഫംഗ്ഷൻ എന്താണ്? ട്രെയിനിങ് ഫംഗ്ഷൻ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ അതിനെങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക്? എഡ്യൂക്കേറ്റിംഗ് മെഡിക്കൽ പ്രൊഫഷണൽസ് ആൻഡ് സ്റ്റാഫ് അല്ലെ. എഡ്യൂക്കേറ്റിംഗ് മെഡിക്കൽ പ്രൊഫഷണൽസ് ആൻഡ് സ്റ്റാഫ്. മെഡിക്കൽ പ്രൊഫഷണൽസിനും സ്റ്റാഫുകൾക്കും എന്താണ്? ആരോഗ്യ മേഖലയിലുള്ള ട്രെയിനിങ് പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ട്രെയിനിങ് ഫംഗ്ഷൻസിന്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി ഇത് ഏത് തരം ഫംഗ്ഷൻ ആണ്? പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? ഇത് തരമാണ്. ഇറ്റ് ഈസ് എ സെക്കൻഡറി ഫംഗ്ഷൻ അല്ലെ. ട്രെയിനിങ് ഫംഗ്ഷൻസ് എന്താണ്?
സെക്കൻഡറി ഫങ്ഷൻസിലാണ് ഉൾപ്പെടുന്നത്. ദ്വിതീയമായിട്ടുള്ള പ്രവർത്തനമാണ്. And it is concerned with providing training and education courses for the professionals and technical persons who provide health service. Okay, training functions ന്റെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനം എന്താണ്? മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, മെഡിക്കൽ സ്റ്റുഡൻസിനും അല്ലെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള രീതിയിൽ അവർക്ക് ഉത്തമമായ രീതിയിൽ പരിശീലനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് എന്ത് ട്രെയിനിങ് ഫംഗ്ഷന്റെ പ്രധാന പ്രവർത്തനം. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഏതൊക്കെ തരം പ്രവർത്തനങ്ങൾ പറയാം? നഴ്സിംഗ് എഡ്യൂക്കേഷൻ പറയാം അല്ലെ, നഴ്സിംഗ് എഡ്യൂക്കേഷൻ വരാം. പിന്നെ എന്താണ് വർക്ക്ഷോപ്സുകൾ അല്ലെ, വിവിധ തരം പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ടുള്ള വർക്ക്ഷോപ്സുകൾ, ഹെൽത്ത് പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ടുള്ള വർക്ക്ഷോപ്സുകൾ. പിന്നെ എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, എല്ലാം തന്നെ എന്താണ് ട്രെയിനിങ് ഫംഗ്ഷൻസിന്റെ ഭാഗമായിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, യെസ്. ആരോഗ്യ മേഖലയിലുള്ള പ്രൊഫഷണലുകൾക്കും സ്റ്റാഫുകൾക്കും എന്താണ് നമ്മള് പരിശീലനം കൊടുക്കുന്ന ഒരു ഫംഗ്ഷനാണ് എന്ത് സെക്കൻഡറി ഫംഗ്ഷനാണ് ട്രെയിനിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിസർച്ച് ഫംഗ്ഷൻ അതൊന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. റിസർച്ച് ഫംഗ്ഷൻ വായിച്ചു നോക്കാം. റിസർച്ച് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? Research function. It is a secondary function concerned with conducting the health-related research that focuses on the improvement of the health or prevent of diseases. പറയൂ, എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ് ഈ ഒരു ഫംഗ്ഷന്റെ? റിസർച്ച് പർപ്പസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അല്ലെ. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ചുകളാണ് ഹെൽത്ത് റിലേറ്റഡ് റിസർച്ചുകൾ അല്ലെ, ഹെൽത്ത് റിസർച്ച് പ്രോഗ്രാംസുകളാണ് റിസർച്ച് ഫംഗ്ഷൻസിന് പ്രധാനമായിട്ടും നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള റിസർച്ചുകൾ ഉൾപ്പെടുത്താം? ഈ ഹെൽത്ത് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള റിസർച്ചുകൾ അതിൽ പറയാം? ക്ലിനിക്കൽ റിസർച്ചുകൾ പറയാം അല്ലെ, ക്ലിനിക്കൽ ആയിട്ടുള്ള റിസർച്ച് പറയാം. പിന്നെ ഹെൽത്ത് സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽത്ത് സർവീസസിൽ കൊണ്ടുവരേണ്ട കുറെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ചുകൾ, ഹെൽത്ത് സർവീസ് റിസർച്ചുകൾ പറയാം. പിന്നെന്താണ് ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രഗ്സുകളുടെ മെഡിക്കേഷൻസിലേക്ക് ക്വാളിറ്റി നിർണ്ണയിക്കുന്ന തരത്തിലുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് റിസർച്ചുകൾ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യപ്പെടുന്നു. ക്ലിനിക്കൽ റിസർച്ചുകൾ, അതേപോലെ തന്നെ എന്താണ് ഹെൽത്ത് സർവീസ് റിസർച്ചുകൾ, അതേപോലെ തന്നെ എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് റിസർച്ചുകൾ എല്ലാം തന്നെ. മാത്രമല്ലാതെ പുതിയ ടെക്നോളജീസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ അതുമായി ബന്ധപ്പെട്ട് എന്താണ് പല മേഖലകളിലായിട്ടും മരുന്നാണെങ്കിലും മെഡിക്കേഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അതർ ഫീൽഡിനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പലതരത്തിലുള്ള റിസർച്ചുകൾ ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, യെസ്. അപ്പോൾ സെക്കൻഡറി ഫംഗ്ഷൻ ആണ് വിവിധ തരത്തിലുള്ള ഹെൽത്ത് റിലേറ്റഡ് റിസർച്ചുകളാണ് ഇവിടെ ഫോക്കസ് ചെയ്ത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് മെഡിക്കൽ നോളജ് കൂടുതൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മെഡിക്കൽ നോളജ് ഇംപ്രൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് പേഷ്യൻസിന് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ അത്തരത്തിലുള്ള റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ 4 ഫങ്ഷൻസ് ആണ് ഒരു ഹോസ്പിറ്റലിനെ ചുറ്റിപ്പറ്റി വരുന്നത്. ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും ഫങ്ഷൻസിനെ നമ്മൾ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. ക്യൂറേറ്റീവ്, പ്രിവെന്റീവ്, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഫംഗ്ഷൻ. ക്യൂറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്യൂറേറ്റീവ് ഫംഗ്ഷൻ ആണ് പ്രത്യേകത പ്രൈമറി ഫംഗ്ഷൻ ആണ് അല്ലെ, ഇതൊരു പ്രൈമറി ഫംഗ്ഷൻ ആണ്.
ട്രീറ്റിംഗ് പേഷ്യൻസ് ആൻഡ് മാനേജിങ് ഡിസീസസ് ആണ് ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത് അല്ലെ. പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് കൊടുക്കുക, മാത്രമല്ല അസുഖങ്ങളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പ്രിവന്റീവ് ഫംഗ്ഷൻ. പ്രിവന്റീവ് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? പ്രിവന്റീവ് ഫംഗ്ഷൻ പറയോ? പ്രൊമോട്ടിംഗ് ഹെൽത്ത് ആൻഡ് പ്രിവെന്റിംഗ് ഡിസീസസ് അല്ലെ. പ്രൊമോട്ടിംഗ് ഹെൽത്ത് ആൻഡ് പ്രിവെന്റിംഗ് ഡിസീസസ് ആണ് ഇവിടെ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല ഇത് ഹോസ്പിറ്റലിന്റെ സെക്കൻഡറി ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ പ്രിവെന്റീവ് ഫംഗ്ഷൻസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കെയറുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? റെഗുലർ ചെക്കപ്പുകള്, വാക്സിനേഷൻസ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ്, പ്രഗ്നൻസി ആൻഡ് ന്യൂബോൺ കെയർ പ്രോഗ്രാംസ്, ദെൻ പേഷ്യന്റ് കൗൺസിലിംഗ്, ക്യാൻസർ സ്ക്രീനിംഗ് ടെസ്റ്റുകള്, then routine care for children and medical ടെസ്റ്റുകൾ, then behavioral സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്താം കേട്ടോ. പ്രിവെന്റീവ് ഫംഗ്ഷൻസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഇതിന്റെ പ്രധാന പ്രവർത്തനം കൈകാര്യം ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് വഴിയാണ്. ഓക്കെ, യെസ്. എന്താണ് ഇതൊരു സെക്കൻഡറി മെർജ് ചെയ്തു വരുന്ന സെക്കൻഡറി ഫംഗ്ഷൻ ആണ് എന്താ പ്രിവെന്റീവ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. പ്രൊമോട്ടിംഗ് ഹെൽത്ത് ആൻഡ് പ്രിവെന്റിംഗ് ഡിസീസസ് ആണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. Training functions. Educating medical professionals and staff. മെഡിക്കൽ മേഖലയിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും പ്രൊഫഷണൽസിനും വേണ്ട രീതിയിലുള്ള പരിശീലനം കൊടുക്കുക എന്ന ഫംഗ്ഷൻ ആണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, മെഡിക്കൽ സ്റ്റുഡൻസിനാണ് നഴ്സിംഗ് സ്റ്റുഡൻസ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നത്, ഇന്റേൺഷിപ്സ് കണ്ടക്ട് ചെയ്യുന്നതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ്, ട്രെയിനിങ് ഫംഗ്ഷൻസിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. Okay, it's a secondary function of healthcare system. Okay, then and last function is the research function. That are conducting studies and research to awareness of medical knowledge. Right? പലതരത്തിലുള്ള റിസർച്ച് കണ്ടക്ട് ചെയ്ത് പ്രത്യേകിച്ച് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് റിസർച്ച് ഫംഗ്ഷന്റെ പ്രധാനമായിട്ട് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഏതൊക്കെ തരത്തിലുള്ള റിസർച്ചുകളുണ്ട്? ക്ലിനിക്കൽ റിസർച്ചുകള്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് റിസർച്ചുകള്, ഹെൽത്ത് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഹെൽത്ത് സർവീസസുമായി ബന്ധപ്പെട്ട് വരുന്ന റിസർച്ചുകളൊക്കെയാണ് പ്രധാനമായിട്ട് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? 4 ഫംഗ്ഷൻസ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആ ചാപ്റ്റർ കഴിഞ്ഞോ? നമ്മുടെ 2 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. നിങ്ങൾ പഠിച്ചത് ഏറ്റവും ചെറിയ ചാപ്റ്റർ അല്ലേ? ചെറിയ ചാപ്റ്റർ പഠിച്ചോ? ഇല്ലല്ലോ. ഇനിയുള്ള ചാപ്റ്ററുകളൊന്നും ഇതേപോലെ ചെറുതായിരിക്കും, അത്യാവശ്യം വലിപ്പമുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിലെ ടീച്ചർ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അത്രയ്ക്ക് എളുപ്പമല്ല, എന്നാൽ കുറച്ച് പാടുമില്ലാത്ത രീതിയിലാണ് അത്. എങ്കിലും നമുക്ക് കുഴപ്പമില്ലാതെ പഠിക്കാൻ പറ്റും. എന്നാലും നിങ്ങളൊന്ന് നോക്കുക, ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. ഫസ്റ്റ് 2-3 പേജസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കും. പേഷ്യൻസിന് എന്തൊക്കെ റൈറ്റ്സുകൾ ഉണ്ട്, അതിൽ നമ്മളുടെ കൺസേൺസുമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ സർജറി നടത്തുമ്പോൾ എന്താണ് പേഷ്യന്റിന്റെയും ഫാമിലിയുടെ ഒക്കെ കൺസേൺ ആവശ്യമാണ്. അപ്പൊ കൺസേണിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, ഏത് രീതിയിലുള്ള റൈറ്റ്സ് ആണ് പേഷ്യൻസിനുള്ളത്, ഫാമിലിക്കുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ചാപ്റ്റർ പഠിക്കണം കേട്ടോ. ഓക്കെ, ചാപ്റ്റർ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, മൊഡ്യൂള് 6 കേട്ടോ. മൊഡ്യൂൾ 6 കാര്യമാണ്. പിന്നെ ടീച്ചറിന് അതിൽ എടുക്കാനുള്ളത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. നമ്മള് പഠിച്ച ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇല്ലേ ഡിപ്ലോമയില്, അതിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എക്സ്പാൻഷൻ ആണ് ഇവിടെ പഠിക്കുന്നത്. ഈ കുഴപ്പമില്ല, അത് കുറച്ച് ലെങ്തി ഉള്ള ചാപ്റ്റർ ആണ് കേട്ടോ. പിന്നെ എന്താണ് എങ്ങനെ പോകുന്നു PG ക്ലാസ്സുകളൊക്കെ? ചോദിച്ച എന്തെങ്കിലുമൊക്കെ പിന്തുണോ? നിങ്ങള് നന്നായി പോകുന്നു. ഓക്കെ, ഈ 60-ലെ 40-ലെ പിള്ളേർ എനിക്ക് അറിയില്ല കേട്ടോ. 50 മാത്രമേ എനിക്ക് അറിയുള്ളൂ. അവർ അത്യാവശ്യം കുഴപ്പമില്ലാതെ സംസാരിക്കുന്നവരായിരുന്നു. ഇതിലെല്ലാവരും ഇല്ല, കുറച്ചുപേരേ ഉള്ളൂ. ഓക്കെ, പഠിച്ചു പോകാൻ പറ്റുന്നുണ്ടോ? മോക്ക് ടെസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാ സബ്ജക്റ്റുകളും എല്ലാ ടീച്ചേഴ്സിന്റെയും
ഇങ്ങനെ തന്നെ പഠിച്ചു പോവാ. ഡിപ്ലോമയിൽ പഠിച്ച പോലെ തന്നെ അത്യാവശ്യം ക്വസ്റ്റ്യൻസുകൾ നല്ല രീതിയിൽ പഠിച്ച് ഡെയിലി പഠിക്കാൻ നോക്കുക. എന്നാലും നമുക്ക് എക്സാമുകൾ കുറച്ചുകൂടി ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ടോപ്പർ ആവട്ടെ, PG ടോപ്പർ ആവട്ടെ. ഡിപ്ലോമയിൽ വാങ്ങിക്കാൻ പറ്റില്ല, PGക്ക് എങ്കിലും അത് വാങ്ങിക്കണ്ടേ? ടെക്സ്റ്റ് കിട്ടിയില്ലല്ലോ എനിക്ക് കാർത്തിക. ഇവിടെ ഓഫീസിൽ കോണ്ടാക്ട് ചെയ്യട്ടോ കിട്ടിയിട്ടില്ലെങ്കിലാ. ഓക്കെ, ടെക്സ്റ്റും ഗൈഡും വാങ്ങിക്കണം. ഗൈഡിൽ നിന്നാണ് നമ്മള് മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എടുക്കുന്നത്. അപ്പൊ ഗൈഡും വാങ്ങിക്കണം കേട്ടോ. PGയുടെ ഗൈഡ് എടുക്കാം. ഓക്കെ, യെസ്, ഇത് വൈൻഡപ്പ് ചെയ്താലോ? Patient strengths and responsibility നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you. Thank you.